നമുക്ക് ഈ വിഷയം പഠിക്കാനായിട്ട് ഒരു പുസ്തകമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പുസ്തകം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കാണും. ഇതര മത ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് ഉണ്ട്. മലയാളത്തിലാണ് ആ പുസ്തകം ഉള്ളത്. പിന്നെ ഏതാണ്ട് 13ഓളം അധ്യായങ്ങൾ ഉണ്ട്. ആ 13 അധ്യായങ്ങളും നമ്മളിവിടെ വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് വളരെ ദീർഘമായ ലെങ്തിയായ ഒരു എപ്പിസോഡായി മാറും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഉള്ളടക്കം വളരെ ചെറുതായിട്ട് ഒന്ന് അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഞാനതിൻ്റെ 11, 12, 13 അധ്യായങ്ങളെ ആയിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ 3 അധ്യായങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് സമയത്ത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം അവിടെയാണ് അതിൻ്റെ ഒരു തിയോളജി പറയുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ അടുത്ത ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഉള്ള രീതിയിൽ നമുക്ക് ചർച്ചകൾ കൊണ്ടുപോകാം. അതായത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ സാപ്പിയൻസ് എന്ന് ശാസ്ത്ര ശാഖ വിളിക്കുന്ന നമ്മൾ ഉണ്ടായിട്ട് ഏതാണ്ട് 2 ലക്ഷം വർഷമായി. അപ്പം നമ്മൾ ഉണ്ടായ കാലം മുതൽ നമുക്ക് ഉപരിയായ ഒന്നിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചിരുന്നു. മനുഷ്യനെന്നും ചിന്തിച്ചിരുന്നു. അതായത് സേക്രഡായ, വിശുദ്ധമായ, പവിത്രമായ ഒന്നിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ സേക്രഡ്, പ്രൊഫൈൻ എന്നുള്ള വേർതിരിവ് തന്നെ നടത്തിയത്. ചിലതൊക്കെ പ്രൊഫൈനാണ് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമെന്നോ വളരെ ലൗകികമെന്നോ ലോകത്തിൻ്റെതെന്നോ ഒക്കെ പറയാവുന്നത് പ്രൊഫൈൻ എന്നും, ഇതുമായി ബന്ധമില്ലാത്തതൊക്കെയാണ് സേക്രഡ് എന്നും മനുഷ്യൻ ചിന്തിക്കുകയും അങ്ങനെ ഈ സേക്രഡ്, പ്രൊഫൈൻ ഈ 2 ഭൂമികകളിൽ, പ്ലാറ്റ്ഫോമുകളിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ മനുഷ്യൻ ഈ പറയുന്ന തനിക്ക് ഉപരിയായതിനെയൊക്കെ മനുഷ്യൻ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചു എന്നും പറയുന്നത് ഇതിനകത്ത് തെറ്റില്ല. അങ്ങനെ മനുഷ്യൻ അവൻ്റെ തന്നെ ജീവിതത്തിൻ്റെ അർത്ഥവും ഭംഗിയും സന്തോഷവും ഒക്കെ കണ്ടെത്തിയത് ഈ പറയുന്ന ട്രാൻസെൻഡൻ്റലായിട്ട് അവന് അപ്പുറത്ത് നിൽക്കുന്ന ഒന്ന്, ആ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്ന അതുമായിട്ട് കണക്ട് ചെയ്യാൻ മനുഷ്യൻ എന്നും ശ്രമിച്ചിരുന്നു. അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പല രീതികൾ ഉണ്ടായിരുന്നു, പല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഗോത്രങ്ങൾ, ക്ലാനുകൾ അനുസരിച്ച്, അതിൻ്റെ രീതികൾ അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, റിച്വൽസ് ഓരോ ക്ലാനിലും, ഓരോ ട്രൈബിലും, ഓരോ ഗോത്രത്തിലും തുടർന്നു വന്നു. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു മതത്തെ പറ്റിയുള്ള ഒരു പൊതുവായ ഒരു ആമുഖം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിനകത്ത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പല മത സംവിധാനങ്ങൾ, ചിന്താ രീതികൾ രൂപപ്പെട്ടു. ഇവരെല്ലാവരും തന്നെ ഒരുപോലെ അല്ല ലോകത്തെ കണ്ടത്, ജീവിതത്തെ കണ്ടത്, ദൈവത്തെ കണ്ടത്. ഇവരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ദൈവത്തെ കണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ ദൈവത്തെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവരുടെ അതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ്, മനുഷ്യൻ്റെ സമീപന രീതികളാണ് മാറിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ചരിത്രത്തെ കാണുന്ന രീതിയാണ്. ഭൂരിപക്ഷം മതങ്ങളുടെയും കാഴ്ചപ്പാടിൽ ചരിത്രം എന്ന് പറയുന്നത് സൈക്ലിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആരംഭിച്ച് ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി, ആരംഭിച്ച സ്ഥലത്ത് തന്നെ അവസാനിക്കുന്നു. അത് പിന്നെയും ആവർത്തിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതിനെയാണ് സൈക്ലിക്കൽ എന്ന് പറയുന്നത്. ഒരു വൃത്താകൃതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. മലയാളത്തിൽ നമ്മളതിന് ചാക്രിക രീതി എന്നൊക്കെ പറയുമല്ലോ. സൈക്ലിക്കലാണ്, ഇങ്ങനെ. ഈ ഒരു സൈക്കിളാണ് ചരിത്രം എന്നാണ് മനുഷ്യൻ ഏതാണ്ട് മനുഷ്യൻ്റെ ചിന്ത ഉറച്ച കാലം മുതൽ മനുഷ്യൻ ചിന്തിച്ചത് അങ്ങനെയാണ്. അതായത് ഇവിടെ സംഭവിച്ചു, അതിങ്ങനെ സംഭവങ്ങളുടെ ഒരു പരമ്പര വരുന്നു, അവസാനം ആരംഭിച്ചിടത്ത് തന്നെ എത്തുന്നു, പിന്നെയും അത് തന്നെ ആരംഭിക്കുന്നു, പിന്നെയും അത് തന്നെ ഇങ്ങനെ തുടരുന്നു. ഇതാണ് സൈക്ലിക്കൽ. വേറെ ഒരു ചരിത്രത്തെ കാണുന്ന വേറെ ഒരു രീതിയും കൂടെ ഉടലെടുത്തു. അതാണ് ലീനിയർ എന്ന് പറഞ്ഞാൽ
ഒരു നേർരേഖ ആണ് ചരിത്രം. ഇവിടെ അതിനൊരു ആരംഭമുണ്ട്. അതിവിടെ ഇങ്ങനെ ആരംഭിക്കുന്നു, അതിങ്ങനെ നേർരേഖയിൽ ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ലീനിയർ ചരിത്ര വീക്ഷണം എന്ന് പറയുന്നത്. അതായത് ഒരു നേർരേഖയിൽ ചരിത്രത്തെ കാണുക. ഇവിടെ സംഭവിച്ച ഒരു കാര്യം പിന്നീട് ഇവിടെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ 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 ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയല്ല. ഈ അടിസ്ഥാനപരമായ വ്യത്യാസം നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ഇത് മനസ്സിൽ സൂക്ഷിച്ചാലേ നമുക്ക് ക്രൈസ്തവ ധർമ്മം അഥവാ ക്രിസ്ത്യാനിറ്റി പറയുന്ന ദൈവത്തെ പറ്റിയും ക്രിസ്ത്യാനിറ്റി പറയുന്ന രക്ഷയെ പറ്റിയൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇത് പിടികിട്ടിയില്ല എങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഞാനിവിടെ ഷമ്മാശന്മാരെ പഠിപ്പിക്കുന്ന അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഷമ്മാശന്മാർക്ക് ഫസ്റ്റ് ഇയർ തിയോളജി ഉണ്ട്, സെക്കൻഡ് ഇയർ തിയോളജി ഉണ്ട്, തേർഡ് ഇയർ തിയോളജി ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട്. ഫോർത്ത് ഇയർ ഒരു സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് ഇവർ ഇവിടുന്ന് പോവുകയും അവരുടെ പട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിലൊക്കെ എത്തുമ്പോൾ ചിലർക്ക് അവസാനം ആകുമ്പോഴും ഇതിനെപ്പറ്റി ഒരു വ്യക്തത കിട്ടാതെ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനത് പിന്നീട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലായത്, ഈ ചരിത്രത്തെ പറ്റിയുള്ള സൈക്ലിക്കൽ കാഴ്ചപ്പാടും ഒരു ലീനിയർ കാഴ്ചപ്പാടും മനസ്സിലാകാതെ വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ ചരിത്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് കൃത്യമായിരിക്കണം. ക്രിസ്ത്യാനിറ്റി ചരിത്രത്തെ കാണുന്നത് ലീനിയറിലാണ്. അഥവാ ക്രൈസ്തവ ദൈവശാസ്ത്രം ചരിത്രത്തെ അപഗ്രഥിക്കുന്നതും ചരിത്രത്തെ സമീപിക്കുന്നതും ചരിത്രത്തെ കാണുന്നതും ലീനിയർ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ചരിത്രത്തിനൊരു തുടക്കമുണ്ട്, ചരിത്രത്തിന് അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്, അതിങ്ങനെ മുന്നോട്ട് പോയി അതൊരിക്കൽ അവസാനിക്കും. എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൽ തന്നെ എത്തുന്നു എന്ന് വേണേൽ പറയാം. പക്ഷെ ചരിത്രത്തിൻ്റെ ആദ്യവും അവസാനവും, ആദ്യവും ദൈവം തന്നെ, അവസാനവും ദൈവം തന്നെ, ആൽഫയും ഒമേഗയും. ഇതാണ് ചരിത്രത്തെ പറ്റിയുള്ള അടിസ്ഥാനപരമായ വീക്ഷണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ചരിത്രം ഇവിടുന്ന് ആരംഭിച്ച് ഇവിടെ എത്തുന്ന ചരിത്രം, ഇതിലൂടെ കടന്നു പോകുന്ന മനുഷ്യര്, ഈ സമയ ബിന്ദുവിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. ഈ ചരിത്രത്തിന്റെ ഓരോ മൂവ്മെന്റും സമയത്തിലാണ് ക്രമീകരിക്കപ്പെടുന്നത്, ടൈം സ്പേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. നമുക്ക് ഇതിനെ എങ്ങനെ വേർതിരിക്കാൻ പറ്റുമെന്ന് സയൻസിന് പോലും അറിയത്തില്ല. എങ്ങനെയാണ് ടൈമിനെയും സമയത്തെയും സ്ഥലത്തെയും വേർതിരിക്കുന്നത്, ഇത് തമ്മിൽ ലിങ്ക്ഡ് ആണ്. അപ്പോൾ എന്തായാലും ശരി, ചരിത്രം ഈ ടൈം ആൻഡ് സ്പേസിലാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ചരിത്രത്തിൽ ഓരോ ബിന്ദുവിലൂടെ കടന്നു പോകുന്ന മനുഷ്യര് അഥവാ ചരിത്രം, ഈ ചരിത്രത്തെ നിർണയിക്കുന്ന ആരാണ്, ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്, ഇതിന്റെ കൺട്രോളർ ആരാണ്, ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, ആരാണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്, ആരാണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ക്രിസ്ത്യാനിറ്റിക്ക്, ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. കൃത്യമാണ്. നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചും വിശ്വാസം അനുസരിച്ചും തിയോളജി അനുസരിച്ചും നമ്മൾ പറയുന്നത് എന്താണ്? ചരിത്രത്തിന്റെ ആരംഭം ദൈവമാണ്, ചരിത്രത്തിന്റെ അവസാനവും ദൈവമാണ്. ഇനി ചരിത്രത്തിന്റെ ഇത് ദൈവവുമായി ബന്ധമില്ലാത്ത ചരിത്രമല്ല. ക്രിസ്ത്യാനിറ്റിയുടെ അഥവാ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ റാഡിക്കലായ വിപ്ലവാത്മകരമായ ഒരു വാദം, ആർഗ്യുമെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ഈ ചരിത്രത്തിൽ ഇടപെട്ടു. ഇതാണ് ഏറ്റവും വലിയ വിപ്ലവം. ചരിത്രത്തെ സംബന്ധിക്കുന്ന ക്രൈസ്തവ ധർമ്മത്തിന്റെ ഏറ്റവും റെവല്യൂഷണറിയായ വിപ്ലവാത്മകരമായ ഒരു ബോധം ഇതാണ്: ദൈവം ചരിത്രത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. ദൈവം ചരിത്രത്തിലേക്ക്, ഈ ലീനിയർ ചരിത്രത്തിലേക്ക് ദൈവം പ്രവേശിച്ചിട്ട് ദൈവം മനുഷ്യന്റെ ഒപ്പം നടന്നു. മനുഷ്യന്റെ ഒപ്പം നടക്കുന്നവനാണ് ദൈവം. അതാണ് മനുഷ്യാവതാരം, ഇൻകാർണേഷൻ.
മനുഷ്യന്റെ ഈ മാംസത്തിലേക്ക്, പച്ചയിറച്ചിയിലേക്ക് ദൈവം പ്രവേശിക്കുകയും ഈ പറയുന്ന ചരിത്രത്തിന്റെ ഭാഗമായി ദൈവം മാറുകയും ചെയ്തു. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ക്രൈസ്തവ ദൈവശാസ്ത്രധാരയെ സംബന്ധിച്ച് ദൈവം ചരിത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ല, മറിച്ച് ദൈവം ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിന്റെ ഒപ്പം നടക്കുന്നയാളാണ് ദൈവം. അതാണ് ഈശോ മിശിഹ. ഈശോയാണ് ചരിത്രത്തിലേക്ക് ഇടപെട്ട ദൈവം. ചരിത്രത്തിൽ മനുഷ്യന്റെ ഒപ്പം നടന്നത് ഈശോയാണ്. അതുകൊണ്ട് ഈ ലീനിയർ ചരിത്രം ഈശോയോടുകൂടെയാണ് മാറ്റപ്പെട്ടതെന്ന് നമുക്കറിയാം, അല്ലെ? വേർതിരിക്കപ്പെട്ട, ഇതിനൊരു കൃത്യമായ വിഭജനം ഉണ്ടായത് നമ്മൾ ഈ ലീനിയർ ചരിത്രത്തെയാണ് ക്രിസ്തുവിന് മുൻപ് എന്ന് പറയുന്നത്. ഈ ലീനിയർ ചരിത്രത്തെയാണ് നമ്മൾ ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്നത്. കാരണം ചരിത്രത്തെ ഇങ്ങനെ ലീനിയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈശോയുടെ വരവിനും. ഈശോ യഹൂദനായിരുന്നു. യഹൂദ മതത്തിലാണ് ഈശോ വന്നത്. യഹൂദനായിട്ടാണ് ഈശോ ജീവിച്ചത്. പക്ഷെ യഹൂദ മതത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈശോ നവീകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഈ യഹൂദ മതത്തിന് മുൻപ് ഉള്ളവരൊക്കെ അന്നേരം ദൈവം സൃഷ്ടിച്ചവരല്ലേ? അവര് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരല്ലേ? അവർ ദൈവത്തിന്റെ മക്കളല്ലേ? അവര് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നോ? ഇതിനൊക്കെയുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ദൈവമാണ് എല്ലാവരുടെയും പിതാവ്. ദൈവമാണ് എല്ലാ മനുഷ്യന്റെയും പിതാവ്. ദൈവമാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഈ പറയുന്ന വേർതിരിവ് ഇല്ല. ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെന്നുകൊണ്ട്, അഥവാ ദൈവമാണ് എല്ലാവരുടെയും അപ്പൻ. ക്രൈസ്തവ ദൈവശാസ്ത്രം പറയുന്ന ഇതാണ്: ദൈവമാണ് എല്ലാവരുടെയും പിതാവ്. ദൈവം ആരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരാളല്ല. ഇനി ഈ ചരിത്രത്തിലേക്ക് ഇടപെട്ട ദൈവമായ ഈശോ മിശിഹ തൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കി. ഈ രക്ഷാകര കർമ്മം ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ ഉത്തരം വളരെ കൃത്യമായി പറയുന്നുണ്ട്. റോമാക്കാരുടെ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം പറയുന്നുണ്ട്: ഈ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഈശോ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അല്ലാതെ ഈശോ മരിച്ചത് ഒരു ചുരുങ്ങിയ ഒരു വിഭാഗത്തിലെ ആൾക്കാർക്ക് വേണ്ടിയല്ല ഈശോ മരിച്ചത്. അപ്പോൾ ഈശോ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ എല്ലാ മനുഷ്യരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എല്ലാവരും അതിനകത്തുണ്ട്. ആരും അതിനകത്തുനിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല. അപ്പൊ ദൈവം എല്ലാവരുടെയും പിതാവാണ്. ഈശോ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇനി ഈ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വിവിധ മത സമൂഹങ്ങളെ പറ്റിയൊക്കെ കാണും. അതായത് ഈശോയുടെ വരവിന് മുൻപ് വിവിധ കാലങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലൊക്കെ രൂപപ്പെട്ട ജീവിച്ചു വന്ന മനുഷ്യര് അവരുടെ ചിന്ത അനുസരിച്ചൊക്കെ അവർ ജീവിച്ച ചില മതപരമായ ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മളുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം മുതൽ കാണുന്നത്. ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, പാഴ്സി മതം, സ്വരാഷ്ട്രീയനിസം, ഇസ്ലാം, ഇങ്ങനെ ഇതെല്ലാം ഈ പറയുന്ന ക്രിസ്തുവിന് മുൻപ് ഉള്ളതായിരുന്നു. അപ്പൊ ഈശോയുടെ വരവിന് മുൻപുണ്ടായിരുന്ന മതങ്ങളുടെ പ്രസക്തി എന്താണ്? അതാണ് നിങ്ങളൊരു MTH ലെവലിൽ ആയതുകൊണ്ടും നിങ്ങളൊരു MTH പഠിക്കുന്നതുകൊണ്ടും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അതാണ്: ഈശോയുടെ വരവിന് മുൻപുള്ള മതങ്ങളുടെ പ്രസക്തി എന്താണ്? സഭ കൃത്യമായി അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അവയിലൊക്കെ സത്യത്തിന്റെ ചില വിത്തുകളുണ്ട്. അവയിലുണ്ടായിരുന്നത് എല്ലാം തീർത്തും ക്രിസ്തു വിരുദ്ധമായതല്ല, മറിച്ച് അവയിൽ സത്യത്തിന്റെ ചില വിത്തുകളുണ്ട്. സത്യത്തിന്റെ വിത്ത് എന്നൊക്കെയുള്ള സീഡ്സ് ഓഫ് ദ വേർഡ് എന്നാണ്, വചനത്തിന്റെ വിത്ത് എന്നാണ് പിതാക്കന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജസ്റ്റിൻ എന്ന് പറയുന്ന 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജസ്റ്റിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ജസ്റ്റിനാണ് ആദ്യമായി പറഞ്ഞത് വചനത്തിന്റെ വിത്തുകൾ ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന എല്ലാവരിലും ഉണ്ട്. അപ്പൊ ഈ വചനത്തിന്റെ വിത്താണ് ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്നത്. പിന്നെ സഭ അതിനെപ്പറ്റി സഭയുടെ ഈ
ഇതര മതങ്ങളെ പറ്റിയുള്ള ദൈവശാസ്ത്ര ചിന്തകള്, പ്രബോധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖകളിലാണ്. പ്രധാനമായും മൂന്നാലെണ്ണമാണ്. ഒന്ന്, നിങ്ങൾക്ക് അറിയാവുന്ന പരിചിതമായ ലൂമൻ ജെൻസിയും എന്ന് പറയുന്ന രേഖയുണ്ട്. ഗൗദിയും എത്ത് സ്പെസ് എന്ന് പറയുന്ന രേഖയുണ്ട്. നോസ്ത്ര എത്താത്തെ എന്ന് പറയുന്ന രേഖയിലുണ്ട്. ഇങ്ങനെ മൂന്നെണ്ണമെങ്കിലും മിനിമം നിങ്ങളൊന്ന് അതിൻ്റെ മലയാള പരിഭാഷയോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഡോയ്ഷിലോ ഒക്കെ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കുഴപ്പമില്ല. അപ്പൊ ഈ പറയുന്ന രേഖകളിലെല്ലാം പറയുന്ന കാര്യം ഇതാണ്. ക്രിസ്തുവിന് മുൻപ് ഉണ്ടായിരുന്ന മതങ്ങളിലെ അല്ലെങ്കിൽ ജീവിത മത സംഹിതകളിലെ വിശ്വാസ രീതികളിലെയൊക്കെ സത്യത്തിന്റെ വചനത്തിന്റെ വിത്തുകൾ അവയിൽ ഉണ്ട്. ആ വിത്തുകളെ സഭ മനസ്സിലാക്കുന്നു, അതിനെ സഭ അംഗീകരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം ഒരു ഇന്നർ ഡിറക്ഷൻ, അവയുടെ എല്ലാം ഒരു ആന്തരികമായ ദിശ എന്ന് പറയുന്നത് ഈശോയായിരുന്നു. സുവിശേഷത്തിലേക്ക് നീളുന്നതായിരുന്നു അവരുടെ ഇന്നർ ഡിറക്ഷൻ. ഇന്റീരിയർ ആയിട്ടുള്ള അവയുടെ ആ ഒരു ദിശ ഈശോയിലേക്ക് നീണ്ടു നിൽക്കുന്നതായിരുന്നു. സുവിശേഷത്തിലേക്ക് വരുന്നതായിരുന്നു അവയുടെ ഇന്നർ ഡിറക്ഷൻ എന്നാണ് സഭയുടെ ടീച്ചിങ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന അതേസമയം അവയിലുണ്ടായിരുന്ന ചില മനുഷ്യവിരുദ്ധമായതിനെയൊക്കെ നമ്മൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രം അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിലുള്ള മനുഷ്യവിരുദ്ധമായതിനുള്ളതിനെ തള്ളിക്കളയുകയും പകരം അവയിലുള്ള നന്മയായിട്ടുള്ളതിനെയും അവയിൽ വിശുദ്ധമായിട്ടുള്ളതിനെയും ഒക്കെ സഭ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിന് മുൻപ് ഉണ്ടായിരുന്ന മതങ്ങളിലെ ദൈവത്തിന്റെ ചില മനസ്സിലാക്കുന്നത്. ദൈവം മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ, മനുഷ്യന്റെ ബോധം ഉറച്ച കാലം മുതൽ തന്നെ ദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോ ദൈവം അവരിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ദൈവമായിരുന്നില്ല, മറിച്ച് മനുഷ്യന് തന്നെ റിവീൽ ചെയ്യുന്ന ദൈവമായിരുന്നു. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രേഖീയമായ നേർരേഖയിലുള്ള ചരിത്രത്തിന്റെ വിലയിരുത്തലിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നു. അതായത് ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തിയിരുന്നു. ആ വെളിപ്പെടുത്തൽ അനുസരിച്ച് അതിനെ അന്നത്തെ മനുഷ്യൻ മനസ്സിലാക്കിയ രീതികൾ, മനസ്സിലാക്കിയത് ഒരുപക്ഷെ അവന്റെ ഇതനുസരിച്ച് അതിൽ പോരായ്മകള്, അപര്യാപ്തതകള്, ഡിഫക്റ്റീവ് ഒക്കെ ആയിരുന്നിരിക്കാം ആ റെവലേഷൻ അവൻ മനസ്സിലാക്കിയതനുസരിച്ച്. പക്ഷെ ദൈവമാണ് തന്നെ റിവീൽ ചെയ്തിരുന്നത്. ആ വെളിപ്പെടുത്തലുകളുടെ എല്ലാം ക്ലൈമാക്സ് ആണ്, ഫുൾഫിൽമെന്റ് ആണ്, പൂർത്തീകരണമാണ്, അവസാനത്തെ ബിന്ദുവാണ് ഈശോ. ആണ് ഹെബ്രായരുടെ ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഹെബ്രായരുടെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെ. ഞാനതൊന്ന് വായിക്കാം, നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാലും നമ്മുടെ ഈ ക്ലാസ്സിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർവകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിൽ സംസാരിച്ചു, വിവിധ രീതികളിൽ സംസാരിച്ചു, നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി ഇന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇതാണ് ഈശോ മിശിഹ. ഈ ഈശോയിൽ സംഭവിച്ച ദൈവിക വെളിപാടിന്റെ പൂർത്തീകരണമാണത്. അവിടുന്ന് അവനെ സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അപ്പോൾ ഇതാണ് വിവിധ കാലങ്ങളിൽ മുൻകാലങ്ങളിൽ ദൈവം വിവിധ രീതികളിൽ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇതാ അവസാനം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ അബ്രാഹത്തെ കാണുന്നത്. വിവിധ മുൻകാലങ്ങളിൽ ദൈവം പലരോട് സംസാരിച്ചു. ആരൊക്കെയാണത്? നമുക്ക് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും.
ഒന്നാമത്തെ ആളാണ് അബ്രാഹാം. അതായത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെയാണ് അബ്രാഹാം വരുന്നത്. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, നിന്നിൽ നിന്ന് ഞാനൊരു ജനതയെ രൂപപ്പെടുത്തും. പിന്നീട് വെളിപ്പെടുത്തി കൊടുത്തയാളാണ് മോശ. അപ്പൊ മോശയ്ക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ഒരു ജനതയെ തൻ്റെ സ്വന്തമായി മോശയിലൂടെ ദൈവം രൂപീകരിക്കുകയും ചെയ്തു. ഇനി അതിൻ്റെ ഒരു അവസാനമാണ് ഈശോ. നമുക്ക് പറയാം, ഈശോയിലാണ് ദൈവം തന്നെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി. അങ്ങനെ ഈശോ മനുഷ്യന് നിത്യതയിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുത്തു. നിത്യതയുടെ സാധ്യതകൾ മനുഷ്യൻ എന്നേക്കുമായി കൊടുക്കുകയും അങ്ങനെ മനുഷ്യനെ ഈ ലോകത്തിൽ തീരേണ്ട ഒന്നല്ല മനുഷ്യനെന്നും, മറിച്ച് നിത്യതയോളം നീണ്ടു നിൽക്കുന്നതാണ് മനുഷ്യന്റെ അസ്തിത്വം എന്നും ഈശോ വ്യക്തമാക്കി. അങ്ങനെ വെളിപാടിന്റെ പൂർണ്ണത ഈശോയിൽ ആയി. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈശോയാണ് വെളിപാടുകളുടെ പൂർണ്ണത. ഇനിയൊരു വെളിപാടില്ല, ഇനിയൊരു വെളിപാട് വരാനില്ല. ഈശോ വെളിപാടിന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഒരു ദൈവസങ്കല്പം ക്രൈസ്തവ ധർമ്മത്തെ സംബന്ധിച്ച് അപ്രസക്തമാണ്. ഇല്ല, ഈശോയാണ് വെളിപാടിന്റെ പൂർണ്ണത. ഇനി വലിയ സംശയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചിന്തയിലേക്ക്, പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് പറയുന്നത് എഴുതുന്നതൊക്കെ ഞാൻ ഈ യൂട്യൂബിലും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. മറ്റു മതങ്ങളെല്ലാം ശപിക്കപ്പെട്ട മതങ്ങളാണ്, മറ്റു മതങ്ങളെല്ലാം അപ്രസക്തമാണ്, മറ്റു മതങ്ങളെല്ലാം തന്നെ ഒന്നിനകത്തും ഇതില്ല. അങ്ങനെയല്ല. അത് നിങ്ങളൊരു MTH-കാരായതുകൊണ്ട്, നിങ്ങളൊരു എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ദൈവശാസ്ത്രം മനസ്സിലാക്കുന്നവരായതുകൊണ്ട് നിങ്ങളതിനെ കത്തോലിക്ക ദൈവശാസ്ത്രം പറയുന്ന അതേ അർത്ഥത്തിൽ, അതേ ഗൗരവത്തിൽ നിങ്ങളതിനെ കാണുന്ന, അതിൻ്റെ ആ ആഴത്തിൽ നിങ്ങളതിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. 3 വർഷമാണ് കൗൺസിലിന്റെ കാലാവധി. 3 വർഷമായിരുന്നു, 1962 മുതൽ 65 വരെ. അപ്പൊ ഈ സെഷൻസിലെല്ലാം വളരെ ആഴത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് എന്താണ് ദൈവിക വെളിപാടിനെ പറ്റി, എങ്ങനെയാണ് ദൈവിക വെളിപാടിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സഭയുടെ മുൻകാല പ്രബോധനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ സഭ അതിനെ മനസ്സിലാക്കി കൃത്യമായി പറഞ്ഞു വെച്ചത് അനുസരിച്ചാണെങ്കിൽ അത് കുറച്ചും കൂടെ വ്യക്തമായി സഭ ആ പ്രബോധന രേഖ പറയുന്നത് നോസ്ത്ര എത്താത്തെ എന്ന് പറയുന്ന രേഖയിലാണ്. നോസ്ത്ര എത്താത്തെ. ഈ നോസ്ത്ര എത്താത്തയുടെ 1-ാമത്തെ ഖണ്ഡികയും 2-ാമത്തെ ഖണ്ഡികയും 5-ാമത്തെ ഖണ്ഡികയും നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വായിക്കുക. 3 പാരഗ്രാഫേ ഉള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, ഫിഫ്ത്ത്, അങ്ങനെ 3 എണ്ണം. ഈ 3 എണ്ണത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, ഇതര മതങ്ങളിൽ സത്യമായതും വിശുദ്ധമായതിനെയൊക്കെ സഭ തിരസ്കരിക്കുന്നില്ല, അതിനെ സഭ എഴുതിത്തള്ളുന്നില്ല. ഇതര മതങ്ങളിൽ ക്രിസ്തുവിന് മുൻപ് ഉണ്ടായിരുന്ന മതങ്ങളിലെ സത്യമായിട്ടുള്ളതിനെ, അവിടെ വിശുദ്ധമായിട്ടുള്ളതിനെയൊക്കെ സഭ എന്നും ബഹുമാനിക്കുന്നുണ്ട്. അപ്പം കാരണം സഭ ഈ ലോകത്തിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്, അഥവാ ഈശോ സഭയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിയനും, ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം, ഈ ഒരു സ്നേഹത്തിൻ്റെ ക്രമം ഈ ലോകത്ത് ഉണ്ടാവണം, ഭൂമിയിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള രക്ഷയുടെ കൂദാശയാണ് സഭ. അല്ലാതെ സഭ വെറുപ്പിൻ്റെ ഫാക്ടറി അല്ല. നമ്മൾ അതാണ് ഇന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. മറ്റുള്ളവരെ വെറുക്കാനല്ല സഭ പഠിപ്പിക്കുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം പറയാനാണ്. അപ്പൊ ഈശോയുടെ ആ സ്നേഹം പറയുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈശോയാണ് ഏകരക്ഷകൻ എന്നുള്ളത് കോംപ്രമൈസ് ചെയ്യാനല്ല, അതിനകത്ത് സന്ധി ചെയ്യാനല്ല, മറിച്ച് ഈശോയാണ് ഏകരക്ഷകൻ. പക്ഷെ ആ ഏകരക്ഷകനായ ഈശോ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നമുക്കറിയാലോ. പൗലോസ്ലീഹയുടെ പ്രബോധനമാണത്. എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി മരിച്ച ക്രിസ്തു സ്നേഹത്തിൻ്റെ ആൾരൂപമാണ്. അവൻ തന്നതും സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. അപ്പൊ സഭ എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ കൂദാശയാണെന്നാണ് സഭ നോസ്ത്ര എത്താത്തയിൽ പഠിപ്പിക്കുന്നത്.
സഭ രക്ഷയുടെ കൂദാശയാണ്. സഭ സ്നേഹത്തിൻ്റെ കൂദാശയാണ്. അപ്പോൾ അതാണ് സഭയുടെ നിയോഗം. ഈ ഭൂമിയിൽ സഭയായിരിക്കുന്നത് രക്ഷയുടെ കൂദാശയായി തീരാനാണ്. അപ്പം അപ്പം ഈ സഭ എന്ന് പറയുന്നതിലേക്ക് ഒരു രക്ഷയുടെ ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടന്നേക്കുന്നത്. മറ്റു മതങ്ങളിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റിൻ പിതാവ് പറഞ്ഞ മറ്റു മതങ്ങളിലൊക്കെ ഈ പറയുന്ന വചനത്തിൻ്റെ വിത്തുകൾ അവിടെയെല്ലാം ഉണ്ട്. ആ വചനത്തിൻ്റെ വിത്തുകളെല്ലാം പക്ഷേ യഥാർത്ഥ വചനത്തിൻ്റെ പൂർണ്ണമായ ഫലം ചൂടൽ നടന്നത് ഈശോയിലാണ്. അത് സഭയിലാണ് ആ രക്ഷയുടെ കൂദാശയുള്ളത്. അപ്പം അങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കുക. ഒപ്പം സുവിശേഷത്തിൻ്റെ ഒരുക്കമായിരുന്നു, പ്രിപ്പറേഷൻ ആയിരുന്നു മുൻകാല മതങ്ങളിലൊക്കെ നടന്നത്. ഈ ലീനിയർ അഥവാ നേർരേഖയിൽ പോയ ചരിത്രത്തിൻ്റെ വായനയിൽ ഈ ഈശോയ്ക്ക് മുൻപ് സംഭവിച്ച മതങ്ങളിലൊക്കെ നടന്നത് സുവിശേഷത്തിൻ്റെ ഒരുക്കമാണ്. ഇറ്റ് വാസ് ദ പ്രിപ്പറേഷൻ. ആ പ്രിപ്പറേഷനാണ്, സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഇവിടെയെല്ലാം നടന്നത്. ഇതെല്ലാം ഒരേ സ്ഥലത്തോട്ട് ഇങ്ങനെ ഒരേ ദിശയിൽ യാത്ര ചെയ്ത് വന്നതാണ്. ആ ദിശയുടെ പൂർത്തീകരണം, അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് ഈശോ അഥവാ സുവിശേഷം എന്ന് പറയുന്നത്. അതാണ് സഭ പറയുന്നതും പഠിപ്പിക്കുന്നതും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കേണ്ടത് ലൂമൻ ജെൻസിയും 16 വായിക്കുക. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, സഭയിലുള്ളവർക്ക് മാത്രമല്ലല്ലോ രക്ഷ എന്ന് പറയുന്നത്. ഈശോ എല്ലാവർക്കും വേണ്ടി മരിച്ചതാണെങ്കിൽ ഈ സഭയിൽ അംഗമല്ലാത്തവർക്കും പുറത്ത് ജീവിക്കുന്നവർക്കും ഈ രക്ഷയുടെ ഫലങ്ങൾ, ഈശോ എല്ലാവർക്കും വേണ്ടി മരിച്ച കുരിശിലെ ആ രക്ഷയുടെ ഫലങ്ങൾ നമുക്ക് അറിയത്തില്ലാത്ത, നമുക്ക് അജ്ഞാതമായ രീതിയിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ലൂമൻ ജെൻസിയും ഖണ്ഡിക 16 പഠിപ്പിക്കുന്നത്. അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും സഭയ്ക്ക് പുറമെ രക്ഷയില്ല, അല്ലേ? നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. നിങ്ങളാരെയും മുഖം ഞാൻ കാണുന്നില്ലെങ്കിലും നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, സഭയ്ക്ക് പുറമെ രക്ഷയില്ല. എക്സ്ട്രാ എക്ലേസിയാം നുള്ള സാലൂസ്, നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ ചേർച്ച് എന്ന് പറയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? അത് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമ്മൾ ആ ഒരു ചോദ്യത്തെ നമ്മൾ നേരെ തിരിച്ചും കൂടെ ഒന്ന് ചോദിക്കുക. സഭയ്ക്കുള്ളിൽ രക്ഷയുണ്ടോ? സഭയിൽ രക്ഷയുണ്ടോ? അതാണ് നമ്മൾ ആദ്യം നമുക്ക് ക്ലാരിറ്റി കിട്ടേണ്ട ഒരു ചോദ്യം അതാണ്. ഇസ് ദർ സാൽവേഷൻ വിതിൻ ഓർ ഇൻ ദ ചേർച്ച്? സഭയിൽ രക്ഷയുണ്ടോ? അവിടെ അതിനെപ്പറ്റി നമുക്ക് ക്ലാരിറ്റി വന്നാലേ ഈ സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്നുള്ളതിനെ പറ്റിയുള്ള നമ്മുടെ സംശയം മാറുള്ളൂ. ഇനി നമുക്ക് ഈ ചോദ്യം നമുക്ക് തിരിച്ചിട്ട ചോദ്യം എടുക്കാം. സഭയിൽ രക്ഷയുണ്ടോ? ഉണ്ട്. സഭയിൽ രക്ഷയുണ്ട്. സഭയിലാണ് രക്ഷ. അപ്പൊ ഇതാണ് നമ്മുടെ കാര്യം. ഈശോ നേടിത്തന്ന രക്ഷ സഭയിലുണ്ട്. സഭയിലേക്ക് ഒരാൾ കടന്നു വരുന്നു, മാമോദിസ സ്വീകരിക്കുന്നു, കൗദാശിക ജീവിതം നയിക്കുന്നു. അയാൾ രക്ഷയുടെ പാതയിലാണ്. അയാളൊരു പ്രത്യാശയുടെ പാതയിലാണ്. കാരണം സഭയിൽ രക്ഷ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹിസ് പ്രോമിസ്. ഈശോയുടെ വാക്കാണത്. അപ്പം ഈശോ ഈ ഒരു വാഗ്ദാനം കൊടുത്തേക്കുന്നത് സഭയ്ക്കാണ്. അപ്പോൾ സഭയിൽ രക്ഷയുണ്ട്. സോ സഭ എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യാശയുടെ സമൂഹമാണ് സഭ. പ്രത്യാശ, രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, രക്ഷ ജീവിക്കുന്ന, അഥവാ രക്ഷയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു പറ്റം ആൾക്കാരുടെ സമൂഹത്തിൻ്റെ, പ്രത്യാശയുള്ള സമൂഹത്തിൻ്റെ പേരാണ് സഭ. അടുത്ത വർഷം 2025 ജൂബിലി വർഷമാണ്. ഈ ജൂബിലി വർഷത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കത്ത് എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്തിൻ്റെ ശീർഷകം, അതിൻ്റെ തുടക്കം, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ. സഭ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് പ്രത്യാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് സഭയിൽ രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ MTH ധൈര്യമായി പറഞ്ഞോളുക, സഭയിൽ രക്ഷയുണ്ട്. സഭ രക്ഷയുടെ സമൂഹമാണ്.
ഇതാണ് സഭയുടെ പ്രത്യാശ. അതുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത് പ്രത്യാശയുടെ സമൂഹമായി മാറുന്നത്. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് സഭ. അപ്പം സഭയിൽ രക്ഷയുണ്ട് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഒരു 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 വലിയ കാര്യം. ഇനി ഈ രക്ഷ അതൊരു ഓപ്പണാണ്, അതൊരു ക്ലോസ്ഡ് അല്ല, വാതിലടയ്ക്കപ്പെട്ട സ്വഭാവം അതിനില്ല. സാൽവേഷൻ ഈസ് ഓപ്പൺ ടു ഓൾ. എല്ലാവരിലേക്കും തുറന്നിരിക്കുന്ന രക്ഷയുടെ വാതിൽ ആണ് സഭയ്ക്കുള്ളത്. അല്ലാതെ സഭ ആർക്കും എതിരെ അതിൻ്റെ വാതിൽ അടച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പൗലോസ് ലീഹായും സഭാപിതാക്കന്മാരും എല്ലാം പറഞ്ഞ ഈ ഒരു രക്ഷയുടെ അനുഭവം എന്ന് പറയുന്ന സഭയുടെ ഈ ഒരു ഇതിന് പ്രാമുഖ്യം കൊടുത്തിരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞാൽ അത് രക്ഷ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു പ്രത്യാശയുടെ സമൂഹമാണ് സഭ. ഒപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് സിപ്രിയാന്റെ കാലത്ത് വളരെ ഒരു ആക്സിയമാക്കി, ഒരു മുദ്രാവാക്യം പോലെ അതങ്ങായി. സഭയ്ക്ക് പുറമേ രക്ഷയില്ല, എക്സ്ട്രാ എക്ലേസിയാം നുള്ള സാലൂസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് മറ്റേ നമ്മുടെ സിപ്രിയാൻ പിതാവ് മാത്രമല്ല, അഗസ്തീനോസ് അടക്കം അതിനെ ഇതേ ആശയത്തെ പറയുന്നുണ്ട്. ഇവര് എല്ലാവരും സഭാപിതാക്കന്മാർ ഈ ഒരു കാര്യം പറയാനായിട്ട് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പലരും ഈ പാഷണ്ഡികൾ, തെറ്റായ പ്രബോധനങ്ങൾ ഒക്കെ വല്ലാതെ പുലർത്തിപ്പോരുകയും അത് പരത്തുകയും അത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ സഭയുടെ മക്കളാണെന്ന് പറയുകയും ചെയ്യും. ഒരേ സമയം ഇത് തെറ്റായതെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ഞങ്ങൾ സഭയിലാണ് എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം, ചരിത്രപരമായ പശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിലാണ് സിപ്രിയാൻ പിതാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ പുറത്ത് രക്ഷയില്ല. ഓർക്കണം, ഇവര് ക്രൈസ്തവ പ്രബോധനങ്ങളെ പറ്റി തന്നെയുള്ള തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട്, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട്, തെറ്റായി എല്ലാത്തിനെയും വ്യാഖ്യാനിച്ചിട്ട് എല്ലാവരും തെറ്റിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഇവർ പുറത്താണ്. അതേസമയം അവർ ആർഗ്യൂ ചെയ്യുന്നത് ഞങ്ങൾ സഭയ്ക്കകത്താണ് എന്നാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞത് സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് പറയുന്നത്. സഭയിലേക്ക് വരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. സഭയിലേക്ക് നിങ്ങൾ തിരികെ വരൂ. സഭയിലേക്ക് എന്ന് പറഞ്ഞാൽ സഭയുടെ ഈ ഒരു പ്രബോധനങ്ങളെ അംഗീകരിക്കൂ, സഭയുടെ ശുദ്ധ പ്രബോധനത്തെ സ്വീകരിക്കൂ, ഈ തെറ്റും പൊട്ടും അതൊന്നും വിശ്വസിക്കാതിരിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ സഭയിലേക്ക് വരൂ എന്നാണ് പറയാം. പക്ഷെ ഇതിനെ കാലത്തിൽ പിന്നീട് വന്ന ചരിത്രത്തിന്റെ വഴികളിൽ ദൈവശാസ്ത്രപരമായിട്ട് ഇതിനെ തെറ്റായിട്ടൊന്ന് വ്യാഖ്യാനിച്ചു. എന്ന് പറഞ്ഞാൽ അതിനെ ഒരിച്ചിരി ഒന്ന് ഡിറക്ഷൻ മാറ്റി അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സഭയ്ക്ക് പുറമേ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇതിനെ ഒരു നെഗറ്റീവ് സെൻസിൽ മനസ്സിലാക്കണ്ട, പോസിറ്റീവ് സെൻസിൽ മനസ്സിലാക്കുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സഭയ്ക്കകത്ത് രക്ഷയുണ്ടോ എന്ന് ചോദിച്ചത്. സഭയ്ക്കകത്ത് രക്ഷയുണ്ട്. അപ്പൊ സഭയിലൂടെയാണ് നമ്മൾ ഈ രക്ഷയെ നമ്മൾ മനസ്സിലാക്കുന്നത്. സഭയിൽ ഉള്ളവർക്കും സഭ അറിയത്തില്ലാത്തവർക്കും. അതായത് ലൂമൻ ജൻസിയും അതിൻ്റെ 16 കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു മലയാളം ഞാനിങ്ങനെ വായിക്കാം. എല്ലാ മനുഷ്യരും നിഴലുകളിലും ചിത്രങ്ങളിലും അജ്ഞാതനായ നിഴലുകളിലും ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ നിന്ന് ദൈവം വളരെ അകലെ അല്ല. സൂക്ഷിച്ചു കേൾക്കണം. ഈ നിഴലുകളിലും ചിത്രങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ നിന്ന് ദൈവം അകലെ അല്ല. ഈ നിഴലുകളും ചിത്രങ്ങളും എന്നൊക്കെ പറയുന്നത് ഈശോയ്ക്ക് മുമ്പുള്ള ടീമുകളെയൊക്കെയാണ് ഈ നിഴലുകളിലും ചിത്രങ്ങളിലും എന്നൊക്കെ പറയുന്നത്. അവരിൽ നിന്ന് ദൈവം അകലെയാണോ എന്നുള്ളതാണ് ചോദ്യം. അവരിൽ നിന്ന് ദൈവം അകലെ അല്ല. കാരണം അവനാണ് എല്ലാ മനുഷ്യർക്കും ജീവനും ശ്വാസവും നൽകുന്നത്. ഈ പറയുന്ന മനുഷ്യർക്ക് സഭയിൽ പ്രത്യക്ഷത്തിൽ മാമോദീസ സ്വീകരിച്ച അംഗമല്ലാതെ പുറത്ത് ജീവിക്കുന്ന മറ്റു മതങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ജീവനും ശ്വാസവും നൽകുന്നതും ദൈവമാണ്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് രക്ഷകൻ ആഗ്രഹിക്കുന്നു. അത് നമുക്കറിയാലോ, നേരത്തെ വചനമൊക്കെ നമ്മൾ പറഞ്ഞാണ്. അവര് ക്രിസ്തുവിന്റെ സുവിശേഷത്തെയോ അവന്റെ സഭയോ അറിയാത്ത, എന്നാൽ ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുകയും കൃപയാൽ പ്രചോദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. മനസാക്ഷിയുടെ കൽപ്പനകളിലൂടെ അവർക്കറിയാവുന്നതുപോലെ അവന്റെ ഇഷ്ടം ചെയ്യാൻ തങ്ങളുടെ പ്രവൃത്തികളാൽ പരിശ്രമിക്കുന്നവർക്കും രക്ഷ നേടാനാകും.
തങ്ങളുടെ ഭാഗത്തു നിന്ന് കുറ്റപ്പെടുത്താതെ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്കും, അവരവരുടെ കുറ്റം കൊണ്ട് അല്ല, പക്ഷെ ദൈവത്തെ അറിയാൻ പറ്റിയിട്ടില്ല, അവർക്ക് രക്ഷയുണ്ട്. തീർച്ചയായും അവരെ ദൈവം ഈശോ മിശിഹായുടെ കുരിശിന്റെ വരപ്രസാദം അവർക്ക് കൊടുക്കും. പക്ഷെ അത് എങ്ങനെയാ കൊടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അത് സഭ കൃത്യമായിട്ട്, ഈ പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലും വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയാൻ മേല. നമുക്കറിയാവുന്നത് സഭയ്ക്കകത്ത് ഇത് കിട്ടുന്നത് കൂദാശകളിലൂടെയാണ്. പക്ഷെ ഇതിന് പുറത്തുള്ളവർക്ക് ഇതെങ്ങനെ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്കറിയത്തില്ലാത്ത രീതിയിൽ ഈശോയുടെ കുരിശിന്റെ വരപ്രസാദം അവർക്ക് കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇതാണ് സഭയുടെ പ്രബോധനം. ഇനി ഇതേ കാര്യം പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം 4 തൊട്ട് 6 വരെ അത് നിങ്ങൾ ആ വാക്കൊന്ന് എഴുതി വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾ വായിച്ച് പഠിക്കുക. അതിങ്ങനെയാണ്: എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. ഈശോ തന്നെ മോചനമൂല്യമായി നൽകിയത് എല്ലാവർക്കും വേണ്ടിയാണ്. ആരെയും അതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ മിഷനറി പ്രവർത്തനം നടത്തണ്ടെന്നോ ഈശോ രക്ഷകനാണെന്ന് പറയണ്ട എന്നോ ഒന്നുമല്ല. പക്ഷെ ഈശോയുടെ ഈ ഒരു കുരിശിലൂടെ നേടിത്തന്ന രക്ഷയുടെ സാർവത്രിക സ്വഭാവം, ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ ടു ഓൾ എന്ന് പറഞ്ഞത്. ഇത് ഓപ്പൺ ആണ്, എല്ലാവർക്കും വേണ്ടിയാണിത്. അപ്പൊ ഈശോയുടെ രക്ഷ, ഈശോ നേടിത്തന്ന രക്ഷയുടെ ഒരു ഫണ്ടമെന്റൽ, അടിസ്ഥാനപരമായ ഒരു സ്വഭാവം ഇതാണ്. ഇത് ഓപ്പൺ ആണ്, എല്ലാവർക്കും വേണ്ടിയാണ് ഈശോ മരിച്ചത്. അതിനകത്തുനിന്ന് ഈശോ ആരെയും ഒഴിവാക്കുന്നില്ല. അപ്പൊ ഇത് പറയുമ്പം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, എല്ലാവരും രക്ഷപ്പെടും, എല്ലാവരും സ്വർഗം, അങ്ങനെയല്ല. തീർച്ചയായും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതായത് ഇപ്പം രക്ഷയുടെ വഴിയെ അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നവരുണ്ട്. സ്വന്തം മനസാക്ഷിയുടെ സ്വരം പറഞ്ഞിട്ടും മനസാക്ഷിയുടെ സ്വരത്തെ കൃത്യമായി ലംഘിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അല്ല, നേരത്തെ പറഞ്ഞത് അനുസരിച്ച് മനസാക്ഷിയുടെ സ്വരത്തെ അനുസരിക്കുന്നവർ, ദൈവത്തെ അറിയത്തില്ല പക്ഷെ മനസാക്ഷിയുടെ സ്വരം അനുസരിക്കുന്നവർ, പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നവരും, സത്യദൈവത്തെ അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവരും, അറിഞ്ഞിട്ട് വിശ്വാസിയായി ക്രൈസ്തവ മാമോദീസ സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടും അവനവന്റെ മനസാക്ഷിയെ പോലും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവർ രക്ഷയ്ക്ക് പുറത്താണ്. അതും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ സഭ എന്ന് പറയുന്നത് ലോകത്തിലാണ്. സഭ ലോകത്തിന് പുറത്തുള്ള ഒരു സംവിധാനമല്ല, സഭ ലോകത്തിലാണ്. ഈ സഭ ലോകത്തിലായിട്ട് സഭ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചെയ്യലാണ് സഭ. ഇതാണ് സഭയുടെ ഡ്യൂട്ടി, സഭയുടെ നിയോഗം അതാണ്, സഭയുടെ ഉത്തരവാദിത്വം അതാണ്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് സഭ ചെയ്യുന്നത്. അപ്പം ഈ ഒരു നിഷ്കാമമായ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റുള്ളവന്റെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവളുടെ പേരാണ് സഭ. അതിനുവേണ്ടി ഈ ലോകത്തിൽ നിലനിൽക്കുന്നവളുടെ പേരാണ് സഭ എന്ന് പറയുന്നത്. അതേസമയം സഭ എന്ന് പറയുന്ന ലോകമല്ല. ലോകവുമായിട്ട് സഭയെ നമ്മൾ സിനോനിമസ് ആയിട്ട് കാണേണ്ടതില്ല. സഭയുടെ പര്യായമാണ് ലോകമെന്നോ ലോകത്തിന്റെ പര്യായമാണ് സഭയെന്നോ കാണേണ്ടതില്ല. സഭ ലോകത്തിലാണ്, എന്നാൽ സഭ ലോകം അല്ല. രണ്ടും രണ്ട് തന്നെയാണ്. അതേസമയം സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ മാത്രം, അവർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു വളരെ അടഞ്ഞ സമൂഹമല്ല സഭ എന്ന് പറയുന്നത്. മറിച്ച് സഭ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സമൂഹമാണ്. ഷീസ് ആൻ ഓപ്പൺ കമ്മ്യൂണിറ്റി. സഭ വളരെ ഓപ്പൺ ആണ്. അല്ലാതെ സഭയുടെ വാതിലുകൾ ഒരിക്കലും നമ്മളായിട്ട് കൊട്ടിയടയ്ക്കരുത്. നിങ്ങൾ MTHകാരാണോ, നിങ്ങൾ ജീവിതത്തിന്റെ പല ഈവൻ വർക്ക് സ്പേസിലടക്കം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, സഭ ഒരിക്കലും അവളുടെ വാതിൽ ഒരിക്കലും അടക്കിയേലാത്തവളാണ്.
രക്ഷയുടെ വാതിൽ എന്നും തുറന്നു പിടിക്കുന്നവളാണ് സഭ. അങ്ങനെ ഒരു തുറവി, രക്ഷയിലേക്കുള്ള ഒരു തുറവി എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ്. എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവളുടെ പേരാണ് സഭ. ആ രീതിയിൽ വേണം സഭയെ നമ്മൾ കാണാന്, മനസ്സിലാക്കാനായിട്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നോസ്ത്ര എത്താത്തയിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, മറ്റ് മതങ്ങളിൽ സത്യമായിട്ടുള്ളതും വിശുദ്ധമായിട്ടുള്ളതും നമ്മൾ നിഷേധിക്കേണ്ടതില്ല. ഇനി നിഷേധിക്കുക മാത്രമല്ല, അവരിൽ സത്യമായിട്ടുള്ളതിനെയും വിശുദ്ധമായിട്ടുള്ളതിനെയും നമ്മൾ സംരക്ഷിക്കുകയും കൂടെ വേണം കേട്ടോ. അതും കൂടെ സഭ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളതിനെ സംരക്ഷിക്കണം, നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നും കൂടെയാണ് സഭ പറയുന്നത്. ഇനി ഇവരുമായിട്ടൊക്കെ ഒരു 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 എങ്ങനെ ഇവരുമായിട്ട് ബന്ധത്തിലേക്കും കൂട്ടായ്മയിലേക്കൊക്കെ വരാം എന്നുള്ളതിന് കൗൺസിൽ പറഞ്ഞ ഒരു കാര്യം ഡയലോഗാണ്. ഇവരുമായിട്ട് സംവാദത്തിൽ, സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇതര മത അതിൻ്റെ ആൾക്കാരുമായിട്ടൊക്കെ ചില സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്, അവരുമായിട്ട് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത്. ഇനി നോസ്ത്ര എത്താത്തയുടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, മറ്റു മതങ്ങളിലുള്ള സത്യത്തിൻ്റെ രശ്മികളെ സഭ അംഗീകരിക്കുന്നുണ്ട്. റേസ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ രശ്മികൾ മറ്റ് മതങ്ങളിലുണ്ട്. ആ സത്യത്തിൻ്റെ രശ്മികളെ സഭ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണ്ടൊരു വ്യക്തതയായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളൊരു MTH-കാരായതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പുസ്തകത്തിന്റെ അവസാനത്തെ 3-4 ചാപ്റ്ററാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിന് മുൻപുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ വിശദീകരിച്ചില്ല. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ ലളിതമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് മൊത്തം പറയാൻ നിന്നാൽ നമുക്ക് സമയം തികയല്ല. അതുകൊണ്ടാണ് അത് വിശദീകരിച്ച് പറയാതിരുന്നത്. അവസാനത്തെ 4 ചാപ്റ്ററിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതാണ് നിങ്ങളോടുമായിട്ട് പങ്കുവെച്ചത്.